welcome back again to Safla Shifa Vlogs. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഫ്രെയിമിൽ കുറച്ച് പരിചയമില്ലാത്ത ആൾക്കാർ, കുറച്ച് കൂടുതൽ ആൾക്കാർ അല്ലേ, rather than ഷിഫാദും ചിയും. അതെ, നമ്മളിപ്പോ അബുദാബിയിലാണ്, ദുബായിലല്ല. നമ്മളിപ്പോ വീക്കെൻഡ് അബുദാബിയിലാക്കാന്ന് പറഞ്ഞിട്ട് വന്നത്. ഷിഫാദിന്റെ ബ്രദറും കസിനൊക്കെ സ്റ്റേ ചെയ്യുന്നത് അബുദാബിയിലാണ്. അപ്പൊ ഉമ്മ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് ഷിഫാദിന്റെ. അപ്പൊ ഉമ്മാനെയും കാണാലോ എന്ന് പറഞ്ഞ് നമ്മൾ വന്നതാ. അപ്പൊ ചി ഭയങ്കര എക്സൈറ്റഡ് ആണ് ചിയുന്റെ കസിനെ കാണാൻ. സുന്ദരിയായിട്ട് ചിയു ഇരിക്കുക കേട്ടോ, റെഡി ആയിരിക്കുക പോവാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് കരാമയിലേക്കാ പോയത്. കാരണം ചിയുന്റെ കസിൻസിന് കുറച്ച് ടോയ്സ് ഒക്കെ വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് പോയി. അങ്ങനെ നമ്മളിതേ ഷേഖ് സായിദ് റോഡിലൂടെ ഒരു എന്താ പറയാ 3:30 ആകുമ്പോഴത്തേനൊക്കെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇറങ്ങിയിട്ട് ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയത്. കാരണം നല്ല ചൂടാ പുറത്ത്, നല്ല ചൂടാ, സഹിക്കാൻ പറ്റുന്നില്ല. കാറിലാണെങ്കിലും ട്രാവൽ ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് ട്രാവൽ ചെയ്ത് നമ്മൾ നല്ല ഉറക്കത്തിലായി. അപ്പൊ ഞാൻ എന്താ ഫ്രീ ആയപ്പോ ഒരു വീഡിയോ എടുത്തു. നല്ല ഭംഗിയുണ്ട് മെട്രോന്റെ വ്യൂ. നമ്മളിത് ഷെയ്ഖ് സായിദ് റോഡിലൂടെ ആട്ടോ ട്രാവൽ ചെയ്യുന്നത്. സ്ട്രെയിറ്റ് റോഡ് തന്നെയാണ് നമുക്ക് ദുബായിൽ നിന്ന് അബുദാബിയിലേക്ക്. നമുക്ക് പാർക്ക് ചെയ്ത് നിർത്താനുള്ള വഴിയൊന്നുമില്ല. അങ്ങനെ നമ്മൾ കുറച്ച് ബോറിംഗ് ആണ് കാറിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോകുന്നത്. ചിയു ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ചിയുവിന്റെ വാശിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് ഓക്കെയാണ്. ഇന്ന് നമ്മളിതേ കുറച്ച് കഴിഞ്ഞ് അങ്ങനെ മടുപ്പ് യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മളിതേ അബുദാബിയൊക്കെ എത്തി. അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് റെസ്റ്റ് ചെയ്ത് എത്തിയപ്പോഴേ ടൈമായി. എന്താ നമ്മള് ജസ്റ്റ് നൈറ്റ് ആയപ്പോ നൈറ്റ് അല്ല, ഒരു ഈവനിങ്, ഒരു 7 ഒക്കെ ആയി. ഈവനിങ് ആയപ്പോൾ നമ്മൾ ചൂടൊക്കെ ഒന്ന് പോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മെല്ലെ എല്ലാവരും ആയിട്ട് എന്ത് ചെയ്തു, നമ്മൾ പുറത്ത് ഇറങ്ങിയതാ, പാർക്കിലേക്ക് ഇറങ്ങിയതാ. എല്ലാവരും ഉണ്ട് കേട്ടോ. ഷിഫാദിന്റെ ബ്രദർ ഉണ്ട്, ബ്രദറിന്റെ വൈഫ് ഉണ്ട്, അതുപോലെ തന്നെ ഉമ്മ ഉണ്ട്. ബ്രദറിന് 2 കുട്ടികളാട്ടോ. മൂത്ത ആളാണ് മോളില്, ബോയാണ് മുകളിൽ നിന്ന് കളിക്കുന്നത്, ആ ബ്ലൂ ടീഷർട്ട്. പിന്നെ ഒരാൾ ഇതാ വൈറ്റ്, ചിയുന്റെ ഏകദേശം സെയിം ഏജ് തന്നെയാണ്. അപ്പൊ 3 പേരും കൂടി കളിക്കുക. അപ്പൊ ഈ നിൽക്കുന്നതാട്ടോ ബ്രദറിന്റെ വൈഫ്. ഞാൻ ഷാനിത്താത്താന്നാ വിളിക്കാം. അപ്പൊ എല്ലാരും കൂടി ആയിട്ട് ഇറങ്ങിയ. പിന്നെ നമ്മള് ഷിഫാദിന്റെ കസിൻ ഉണ്ട്. അപ്പൊ അവര് ഫാമിലിയും വന്നിട്ടുണ്ട്, വെക്കേഷൻ ആയതുകൊണ്ട് വന്നതാ. അപ്പൊ അവരൊക്കെ കാണാലോ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ മെല്ലെ ഇറങ്ങിയത് അബുദാബിയിലോട്ട്. ചിയു ഭയങ്കര കളിയാ. പാർക്ക് കണ്ട ഇപ്പൊ ചിയുവിന് ഭയങ്കര സന്തോഷാ. കാരണം ഭയങ്കര എന്താ പറയാ, ഓടി നടക്കാലോ. നമ്മളെയൊന്നും പിന്നെ ആൾക്ക് വേണ്ട. മമ്മ ഉണ്ടോ ഡാഡി ഉണ്ടോ എന്നൊന്നും ആള് നോക്കില്ല, ഓടി ചാടി കളിക്കുക. ഇത് ബ്രദറിന്റെ മോളാട്ടോ, ഷെഹസാന പേര്. മോന് മൂത്ത ആള് സഹൽ എന്ന പേര്. അപ്പൊ എല്ലാരും കൂടി ഇതാ, ഒരാൾ അവിടെ കളിക്കുന്നു, ഒരാൾ ഇവിടെ കളിക്കുന്നു. പക്ഷെ നമ്മളെല്ലാവരും മീൻസ് എല്ലാ ബേബീസിന്റെ പിന്നാലെ തന്നെ ഉണ്ടാവും. കാരണം പെട്ടെന്ന് എപ്പോഴാ മാറിപ്പോവാന്ന് പറയാൻ പറ്റില്ല. കാരണം അത്രയും കുട്ടികളും നല്ല ക്രൗഡഡ് ആട്ടോ ഒന്ന്. കാരണം വീക്കെൻഡ് ആയതുകൊണ്ടാണ്. ഇതൊരു സാറ്റർഡേ ആണ്. ഇത് നമ്മുടെ ഷിഫാത്തിന്റെ കസിന്റെ മോനാട്ടോ. അവന് ഭയങ്കര സന്തോഷം. നമ്മൾ വ്ളോഗ് ചെയ്യുന്നു എന്ന് കണ്ട് പറഞ്ഞപ്പോ അവന് ഭയങ്കര സന്തോഷമായിട്ട്. അവന്റെ പേര് ഉബൈദ് എന്നാ. അപ്പൊ അവൻ ഭയങ്കര ഹാപ്പിയിൽ അവന്റെ ഹാപ്പിനെസ് നമ്മൾ ഷെയർ ചെയ്യായിരുന്നു. വ്ളോഗിൽ എന്നെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇവര് നാട്ടിൽ നിന്ന് കണ്ടിട്ടുള്ള പരിചയം, പിന്നെ ഇവിടെ വന്നിട്ട് ഇപ്പഴാ കാണുന്നത്. അപ്പൊ ഒരു ചെറിയൊരു പരിചയക്കുറവുണ്ട്. അപ്പൊ ഒരു മിംഗ്ലിംഗ് സെക്ഷൻസ് ഒക്കെ ആയിട്ട് അവരിങ്ങനെ കൂട്ടായിട്ട്. ഇവർക്ക് ബേബീസിനെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടാ. ഇവരുടെ പേര് ഹാദിയ, ഹുദ എന്നാ പേര്. അതിൽ മൂത്ത ആള് ഹുദ, രണ്ടാമത്തെ ആള് ഹാദിയ, ഉബൈദ് ട്ടോ, തേർഡ് വൺ. കസിന്റെ മക്കളാണ്. അപ്പൊ അവര് പിന്നെ ഇവര് കൂടെ കളിക്കലും നമ്മള് കുറെ ചിറ്റ്ചാറ്റ്സ് ഒക്കെ കഴിഞ്ഞു. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതിപ്പോ ഇവരെ കൂടെ കുട്ടികളെ കൂടെ കളിക്കുക. അവര് അടുക്കുന്നേ ഇല്ല. ഷെഹ്സ പിന്നെ ഇവരായിട്ട് ഇടയ്ക്കിടയ്ക്ക് കാണുന്നത് കൊണ്ട് നല്ല പരിചയം. പക്ഷെ ചിയൂന് അത്രയ്ക്ക് ഇവരെ ഓർമ്മയില്ല. നാട്ടിൽ നിന്ന് കണ്ടിട്ടുള്ള ഓർമ്മയേ ഉള്ളൂ. പക്ഷെ ഇവര് 18 പണിയും നോക്കുന്നുണ്ട് പരിചയപ്പെടാൻ. പക്ഷെ കുറച്ച് ടൈം എടുക്കും മിംഗിളായി വരാൻ വേണ്ടിയിട്ട്. ഉബൈദ് അതിന്റെ മുകളിലൊക്കെ കയറി കുറെ ഇവിടെ റൈഡ്സും ഗെയിംസ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പാർക്കാണ്. വെച്ചാൽ വൈഡ് ആയിട്ടുള്ള ഒരു പാർക്ക്, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള പാർക്ക്. ഡെൽമ പാർക്ക് എന്നാട്ടോ. അങ്ങനെ ചിയുവിന് ഒരു എന്താ പറയാ, എന്തോ ഒരു റൈഡ്, എനിക്ക് മനസ്സിലായില്ല അതെന്താന്ന്. അതിലിരുത്തി ഇങ്ങനെ ടേൺ ചെയ്യും. അപ്പൊ നമ്മള് ഇക്കാടെ മോളെ, ഞാൻ ഷിഫാദിന്റെ ബ്രദറിന്റെ മോളാട്ടോ. അപ്പൊ മോളെ നമ്മൾ ഇങ്ങനെ പറയാ, ലൈക്ക് ചെയ്യാൻ പറയൂ, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയൂ.
ഇവര് രണ്ടുപേരും പിന്നെ ഷെഹസയും ചിയും ഭയങ്കര അടിയാക്കണ്ട. ഷെഹസ ഒരു ഭയങ്കര കാമായിട്ടുള്ള കുട്ടിയാട്ടോ. ചിയു എന്ന് പറയുന്നത് ഭയങ്കര നോട്ടിയാ. അവള് എന്താ പറയാ ഭയങ്കര വാശിയാ. അവൾ അവിടെ നിൽക്കാൻ പാടില്ല, അടുത്ത് നിൽക്കാൻ പാടില്ല, അവളെ അടുത്തതൊന്നും എടുക്കാൻ പാടില്ല. അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയൊരു നോട്ടിനെസ് ഉണ്ട് ചിയുവിന്. അപ്പം രണ്ടുപേരും പിന്നെ ഇടയ്ക്ക് കളിക്കും, പിന്നെ വഴക്കടിക്കും. ഏഹ് ഇതാ ഷെഹ്സ നല്ല പാട്ട് പാടും. അപ്പൊ അവളിതേ പാട്ടൊക്കെ പാടിത്തരുന്നുണ്ട്. നമുക്ക് നന്നായി പാട്ട് പാടും. പക്ഷെ ഞാൻ ക്യാമറ ഓൺ ചെയ്യുമ്പോൾ അവള് പകുതി പാടും സ്റ്റോപ്പ് ചെയ്യും. ഞാൻ വീണ്ടും ക്യാമറ ഓൺ ചെയ്യും, പകുതി പാടും, പിന്നെയും സ്റ്റോപ്പ് ചെയ്യും. പക്ഷെ അവള് നല്ല രസത്തിൽ പാടുന്നുണ്ട് കേട്ടോ, ഈണത്തില്. പക്ഷെ വരികൾ അത്ര ക്ലിയർ അല്ലെങ്കിൽ അത്രയല്ലേ ഏജ് ആയിട്ടുള്ളൂ. ഒരാൾ 2.5, ഒരാൾ 2 ആവാൻ പോകുന്നു. അപ്പം ആ ഒരു രീതിയിൽ പക്ഷെ നന്നായി പാടുന്നുണ്ട്. ചെയ്യ പിന്നെ ഫുള്ള് എല്ലാ റൈറ്റ്സിലും കയറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിയും ചിരിയും. ഇവരാണ് ഹാദിയും ഹുദയുമാണ് ഇവര് പിന്നാലെ നടക്കുന്നത്. നമ്മള് പിന്നെ ഇവര് പിന്നാലെ എന്തായാലും നടക്കണല്ലോ, പറയാൻ പറ്റില്ല എപ്പോഴാ വീഴാ, എന്താ സംഭവിക്കുക. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഇവര് വാച്ച് ചെയ്ത് നടക്കുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഭയങ്കര സംസാരത്തിലും, ഇറ്റ്സ് ലൈക്ക് ഗെറ്റ് ടുഗെദർ. ഷിഫാദിനാണെങ്കിലും ഷിഫാദിന്റെ ബ്രദറിനാണെങ്കിലും കസിനാണെങ്കിലും ഒക്കെ ഇവര് എപ്പോഴെങ്കിലൊക്കെ, അബുദാബി അടുത്താണെങ്കിലും എപ്പോഴെങ്കിലൊക്കെ കാണുള്ളൂ. അപ്പൊ അവരുടെ എല്ലാ ചിറ്റ് ചാറ്റ്സ് ഒക്കെ നടക്കുന്നത് ഈ ഒരു ഇതിലായിരിക്കും. അപ്പൊ നമ്മളും അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് പറഞ്ഞ് ഞാനും ഷാനും താത്തയും ഇവര് പിന്നാലെ, കുട്ടികളെല്ലാരും കൂടി ഇവര് പിന്നാലെ നടക്കാന്ന് പറഞ്ഞ് നമ്മള് അവരെ പിന്നാലെ നടക്കുന്നു. അങ്ങനെ അവരവന്റെ രീതിയിൽ അപ്പുറത്താട്ടോ, നമ്മളെ എവിടെയാന്നൊന്നും അറിഞ്ഞില്ല. നമ്മൾ ഇവരെ പിന്നാലെ ഇങ്ങനെ നടക്കുകയാണ്. അവര് നല്ല അടിപൊളിയായി എൻജോയ് ചെയ്തിട്ട് നടക്കുന്നു. പിന്നെ അബുദാബിയിലുള്ളവർക്കറിയാം, അബുദാബി എന്ന് പറയുന്നത് ദുബായിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര കാമായിട്ടുള്ള ഒരു സിറ്റിയാണ് അബുദാബി. അപ്പോൾ ഷിഫാദിന്റെ ബ്രദറിനും കസിനൊക്കെ അബുദാബിയാണ് ഏറ്റവും ഇഷ്ടം. ഡ്രൈവ് ചെയ്യാനാണെങ്കിലും സ്റ്റേ ചെയ്യാനൊക്കെ ആണെങ്കിലും അവർക്ക് അബുദാബിയാണ് ഇഷ്ടം. അപ്പൊ ഞങ്ങൾ വരുന്ന വഴിയിൽ ഈ കസിന്റെ റൂമിന്റെ ഒരു എമറാത്തിനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു അബുദാബിയിലുള്ള ഒരു സിറ്റീസാണ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അവര് പറയുന്നുണ്ടായിരുന്നു ദുബൈയിലാണെന്ന് പറഞ്ഞപ്പോ, ഓ ദാറ്റ്സ് സോ ക്രൗഡഡ് സിറ്റി എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അങ്ങനെ തോന്നിയിരുന്നു. പക്ഷെ ഷിഫാദിനൊക്കെ ഡ്രൈവ് ചെയ്യാൻ കുറച്ചും കൂടി കംഫർട്ടബിൾ തോന്നുന്നത് ദുബൈയിലാണ്. അതെന്താണെന്നറിയില്ല. ദേ അവരവന്റെ കളി തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്തൊക്കെയാ ചെയ്യുന്നത് എന്ന് അവർക്കേ അറിയുന്നില്ല. കുറെ അവരിതാ ബ്ലോക്ക് ചെയ്ത് കളിക്കുന്നുണ്ട്. 3 പേരും കൂടി കൂടിയാൽ പിന്നെ ഭയങ്കര രസാ. അങ്ങനെ അതിന്റെ ഇടയിൽ ദേ ഇവിടെ കുറെ ഈ വോളിബോൾ അല്ല, ലൈക്ക് ബാസ്കറ്റ് ബോളിന്റെ കോർട്ടൊക്കെ ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ കുറേ പേര് കളിക്കുന്നുണ്ടാവും. എനിക്ക് യൂഷ്വലി ആയിട്ട് ഇവിടുത്തെ എന്താണ് സിറ്റിസൺസ്, എനിക്ക് തോന്നുന്നു അബുദാബിയിലൊക്കെയാണ് തോന്നുന്നത് കൂടുതൽ. ദുബൈയിൽ വളരെ കുറവാണ്. നമ്മൾ ഇങ്ങനെയുള്ള പാർക്കിലേക്കൊക്കെ പോകുമ്പോൾ ദുബൈയിലൊക്കെ വളരെ കുറവാണ്. അവരെ കാണാനേ പറ്റാറില്ല. ഇവിടെ പക്ഷെ നമുക്ക് ഫുള്ള് അവർ തന്നെയായിരിക്കും, മിക്സ്ഡ് ആയിട്ടായിരിക്കും, സെയിം റേഷ്യോ തന്നെ ആയിരിക്കും. നമ്മൾ റെസിഡൻസും അവരും സെയിം റേഷ്യോ തന്നെ ആയിരിക്കും. അങ്ങനെ ചിയുവിന്റെ കുറേ വാശികൾക്ക് ശേഷം നമ്മളിതേ അവർക്കൊന്ന് റെസ്റ്റ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് കുറച്ച് ചിപ്സും സ്നാക്സ് ഒക്കെ കൊടുത്ത് ഇരുത്തിയിരിക്കുക. ചിയു ഭയങ്കര വാശിയായിരുന്നു ഇതിനു മുമ്പ്. എനിക്ക് അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് അയ്യോ ഭയങ്കര വാശിയായിരുന്നു ചിയു, എന്താന്നറിയില്ല. അപ്പൊ നമ്മൾ മെല്ലെ അവിടുന്ന് ഒന്ന് റിലാക്സ് ചെയ്യിപ്പിച്ച് നമ്മള് നമ്മുടെ ഹസ്ബൻഡ്സ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് വന്നു. അവര് ഹാപ്പി അവരുടെ കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്ത് ഇരിക്കുകയാണ്. പക്ഷേ ഇത് നല്ലൊരു പാർക്കാട്ടോ, നല്ല റിലാക്സ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പാർക്ക്. ഇവര് സ്റ്റേ ചെയ്യുന്നതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ പാർക്ക് ഉള്ളത്. എന്നുവെച്ചാൽ ഇതിപ്പോ ടൈം 10:30 ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ടും ഭയങ്കര ലൈവ്ലി ആയിട്ടാണ് ഇവിടെ വീക്കെൻഡ്സ് ഒക്കെ ഉണ്ടാവുക. നല്ല രസമാണ്. സാറ്റർഡേ ആണെങ്കിലും സൺഡേ ആണെങ്കിലും ഭയങ്കര ലൈവ്ലി ആയിരിക്കും. എല്ലാ വീക്കെൻഡും ഇങ്ങനെയായിരിക്കും. ഇവര് കുറച്ചും കൂടി ഹെൽത്ത് കോൺഷ്യസ് ആണ്. എന്നുവെച്ചാൽ കുട്ടികളാണെങ്കിലും ഇത് കണ്ടോ, ആദ്യമൊക്കെ നല്ല അടിപൊളി കളി ഞാനും ചെയ്തോട്ടു ഇതിലൂടെ സ്ലൈഡ്. നല്ല രസമുണ്ട്, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു സ്ലൈഡ്. പിന്നെ നമ്മൾ ഇതേ മെല്ലെ എല്ലാരും ടയേർഡായി വിഷ്ണു. അപ്പൊ നമ്മൾ മെല്ലെ ഇറങ്ങാന്ന് പറഞ്ഞിട്ട് എല്ലാരും ഫൈനൽ ആയിട്ടുള്ള ഒരു ചിറ്റ്ചാറ്റ്സിലൂടെ ഇങ്ങനെ കടന്നു പോവാ. ഓരോന്ന് ചോദിക്കലും പറയലും. എത്ര സംസാരിച്ചിട്ടും നമുക്ക് തീരുന്നില്ല. അത്രയും ടോപ്പിക്സ് ഉണ്ട് സംസാരിക്കാൻ. ഓരോരുത്തരുടെ അടുത്ത് പോയി ഓരോന്ന് സംസാരിച്ച് മെല്ലെ
അങ്ങനെ നമ്മൾ സംസാരിച്ച് ആ ഈവനിങ് അടിപൊളിയായിരുന്നു, ഭയങ്കര രസമായിരുന്നു ഈവനിങ്. അപ്പോൾ ശരിക്കും ഒരു ഗെറ്റ് ടുഗെദർ ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഉബൈദ് വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് പറയായിരുന്നു. അപ്പോൾ ഞാൻ ശരിക്കും ഒന്ന് പറയിപ്പിച്ചത്. അപ്പോൾ ഇതാണ് ഷിഫാദിൻ്റെ ഉമ്മ കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി പുറത്ത് പോവാന്ന് പറഞ്ഞിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുക, പാർക്കിൽ നിന്ന് പോവാന്ന് പറഞ്ഞിട്ട് എല്ലാവരും ബൈ ബൈ. അവിടെ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ക്യാറ്റിനെ കണ്ടു. അപ്പോൾ ക്യാറ്റിനെ കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ്. ഇവിടെ എന്താ അറിയില്ല, ദുബൈയിലാണെങ്കിൽ അബുദാബിയിലാണ് പാർക്സിലൊക്കെ നിറയെ ക്യാറ്റുണ്ട്. പിന്നെ ഇവിടെ ദുബൈയിലും അബുദാബിയിലും എല്ലാവിടെയും കാണാൻ പറ്റുന്ന നീം ട്രീസ്. പിന്നെ ചിയൂന് ഉബൈദിന്റെ ഉബുക്ക എന്ന് പറഞ്ഞ് പിന്നാലെ നടക്കായിരുന്നു, ഭയങ്കര ഇഷ്ടമാണ്. ആ നാട്ടിലാകുമ്പോഴും ഇഷ്ടം തന്നെ ആയിരുന്നു. ചിലപ്പോൾ ആ ഓർമ്മ കൊണ്ടായിരിക്കാം ഉബുക്കാന്ന് വിളിച്ച് പിറകെ നടക്കുന്നത്, എന്താ അറിയില്ല. അങ്ങനെ ഇതാ നമ്മൾ എല്ലാവരോടും ബൈ ഒക്കെ പറഞ്ഞിട്ട് ഇറങ്ങാൻ വേണ്ടി നമ്മൾ കാറ് വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. അപ്പോൾ ഓരോരുത്തർ പറയുന്നുണ്ട് വാ അങ്ങോട്ട് വായോ ഇങ്ങോട്ട് വായോ ഒക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അതിൻ്റെ കസിനും വിളിക്കുന്നുണ്ട് നമ്മളെ. അപ്പോൾ നമ്മളിതേ റൂമിലേക്ക് പോകാൻ വേണ്ടി ടൈമായി. ഇപ്പോൾ ഒരു 11:30 ആയും തോന്നുന്നു, നല്ല ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ. അസ്സലാമു അലൈക്കും.